സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിക്കായി കേരളം അയച്ച പട്ടികയിൽ ഇടം പിടിച്ച് എം.ആർ. അജിത് കുമാർ. കേന്ദ്രത്തിന് അയച്ച മുതിർന്ന 6 ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് ഏറ്റവും സീനിയർ. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂണിൽ വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, അജിത് കുമാറും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ സാധ്യത കാണുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അരുൺ, നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂണിൽ വിരമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാനം ഈ 6ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ആ പട്ടികയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച എം.ആർ. അജിത് കുമാറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പട്ടികയിൽ ഇപ്പോൾ പ്രധാനമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, തുടരാം അരുൺ. അരുൺ സോളമനാണ് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ മാസത്തിലാണ് വിരമിക്കുക. അതിനുശേഷം നിതിൻ അഗർവാൾ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. 6 ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിലാണ് എം.ആർ. അജിത് കുമാറിന്റെ പേരുകൂടി ഇടം പിടിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അതിനുള്ള പരിശോധന പൂർണ്ണമായിരുന്നു. അരുൺ, തുടരാവുന്നതാണ്. അരുൺ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൽ പ്രധാനമായിട്ടും മുൻ MLA കൂടിയായിട്ടുള്ള PV അൻവർ ഒട്ടനവധി ആരോപണങ്ങളാണ് എം.ആർ. അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും ഒക്കെ ഒട്ടനവധി പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്ന ആ പട്ടികയിൽ ഇപ്പോൾ എം.ആർ. അജിത് കുമാറും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും സീനിയറായിട്ടുള്ള റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിലുള്ളത്. അത്തരത്തിൽ 6 പേരാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ബറ്റാലിയൻ ADGP ആയിട്ടുള്ള എം.ആർ. അജിത് കുമാറും ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഇതിനോടകം ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ നമുക്ക് നാളെ അറിയാൻ കഴിയും. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, അതുപോലെ തന്നെ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള റബാദ ചന്ദ്രശേഖർ അടക്കം ഉള്ള ഉദ്യോഗസ്ഥരാണ് ഈ പട്ടികയിൽ ഉള്ളത്. എന്തായാലും 6 പേരാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതിലാണ് എം.ആർ. അജിത് കുമാറും ഉള്ളത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും സാധ്യത ഇല്ല എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ടും പറയാൻ കഴിയും. അപ്പോഴും എം.ആർ. അജിത് കുമാറിന് ഈ സർക്കാരിലും അതുപോലെ തന്നെ ഈ പാർട്ടിക്കകത്തും ഉള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ പട്ടികയിൽ അദ്ദേഹത്തിന്റെ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അരുൺ സോളമൻ. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ ആണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള പട്ടികയിൽ. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖറാണ്. അത് കഴിഞ്ഞാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത. അത് കഴിഞ്ഞാൽ ക്രമസമാധാന ചുമതലയുള്ള ഇപ്പോഴത്തെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം. അത് കഴിഞ്ഞാൽ പിന്നെ SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് കഴിഞ്ഞാൽ മാത്രമാണ് ബറ്റാലിയൻ ADGP ആയിരുന്ന എം.ആർ. അജിത് കുമാറിന് ചാൻസ് ഉണ്ടാവുകയുള്ളൂ.